കണ്ണൂരിൻ്റെ മലയോര മേഖലയിലൂടെയുള്ള യാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കയറ്റങ്ങൾ തള്ളിക്കയറ്റിയാണ് ഞാനിപ്പോൾ ഒരു ഇറക്കത്തെത്തിയത്. ഇത് കുറേ ദൂരത്തോളം ഈ ഇറക്കമാണ്. വേനൽക്കാലത്തിൻ്റെ ആരംഭമായതിനാൽ മരമൊക്കെ മൊത്തത്തിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചിലയിടത്തെല്ലാം നല്ല തളിപ്പും പച്ചപ്പുമൊക്കെ കാണുന്നുണ്ട്. ഏതായാലും വലിയ ചൂടില്ല, അതുകൊണ്ട് ചവിട്ടി പോകാൻ പറ്റുന്നുണ്ട്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് ചുഴലി ഭഗവതി ക്ഷേത്രത്തിലാണ്. ക്ഷേത്രത്തിൻ്റെ ഒരു മണ്ഡപത്തിലാണുള്ളത്. അപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നപ്പോൾ ആദ്യമായിട്ട് കണ്ട ഒരു പുരാതന ക്ഷേത്രമാണിത്. ഏകദേശം 1000ഓളം വർഷം പഴക്കമുള്ള ഒരു ദേവീക്ഷേത്രമാണ് ചുഴലി ഭഗവതി ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസിച്ചിരുന്ന വീട്ടുകാർ കാലി മേയ്ക്കാനായി പുറത്തു പോയപ്പോൾ കുട്ടികളെ വീട്ടിലാക്കിയിട്ട് പോയി. ആ സമയത്ത് ദേവി കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. വീട്ടുകാർ തിരിച്ചു വന്നപ്പോൾ ആ തറവാട്ടിൽ നിന്നും അവർ മാറി താമസിക്കണമെന്ന് ദേവി അവരോട് പറയുകയുണ്ടായി. അതിന് പ്രകാരം ആ കുടുംബക്കാർ അവിടുന്ന് മാറി താമസിക്കുകയും ദേവിയുടെ ചൈതന്യം ആ സ്ഥലത്ത് നിലനിൽക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഈ ദേവീ വിഗ്രഹം രക്ഷിക്കുവാനായി പല സ്ഥലങ്ങളിലും ഈ വിഗ്രഹം ഒളിപ്പിക്കുകയുണ്ടായി. അവിടെയെല്ലാം ഇപ്പോൾ ക്ഷേത്രങ്ങൾ ദേവിയുടെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും ദേവിയുടെ പേരിലുള്ള പ്രധാന ക്ഷേത്രമാണ് ഇവിടുത്തേത്. ഏകദേശം 100 വർഷം പഴക്കമുള്ള ചെത്തിയാണ് ഈ നിൽക്കുന്നത്. ഇതിൻ്റെ പൂക്കളാണ് ക്ഷേത്രത്തിലെ പൂജകൾക്കായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം വന്ന് ഈ ഭാരത് പെട്രോളിയത്തിൻ്റെ വിഘ്നേശ്വര ഫ്യൂവൽ സ്റ്റേഷനിലാണ് ഇന്നലെ കിടന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരുപാട് ബസ്സുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതിന് ശേഷം ബസ്സിൻ്റെ പുറകിൽ നമ്മളിവിടെയാണ് ടെൻ്റ് അടിച്ചത്. ഇപ്പോൾ വണ്ടികളൊക്കെ പോയി. നമ്മളിപ്പോൾ പഴശ്ശിനിക്കടവിലോട്ട് പോവുകയാണ്. പഴശ്ശിനിക്കടവാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ
കുഞ്ഞിയൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്, പോകാൻ റെഡിയായിട്ടിരിക്കുക. പിന്നെ അപ്പോൾ നമ്മൾ രാവിലെ ഫ്രഷൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നീങ്ങുകയാണ്. അമ്പലത്തിലോട്ടൊന്ന് പോകണം. അമ്പലത്തിൽ പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് അമ്പലത്തിൻ്റെ വിശേഷമൊക്കെ കണ്ടിട്ട് ഇന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. പിന്നെ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രമുണ്ട്, അതൊന്ന് പോയി കണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മുടെ വിചാരങ്ങളൊക്കെ കൃത്യമായിട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നല്ലൊരു ഇറങ്ങിയാണ് വന്നത്. കുഞ്ഞിനെ ഇവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. മുത്തപ്പൻ്റെ ആളുകൾ ഇവിടെ ഒരുപാടുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ ഇവിടെ ഓട്ടോക്കാരോട് ചോദിച്ചിട്ട് സേഫാക്കി വെച്ചിട്ടുണ്ട്. ഇവനൊക്കെ ഇവിടെ ഭയങ്കര പ്രശ്നക്കാരനായിട്ട് നടക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ടുവന്ന് വെച്ചതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇവിടെ പരിപാടി ഉണ്ടായിരുന്നു, അത് എനിക്കറിയത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്ന് തങ്ങിയന്. ഏതായാലും നമ്മൾ കടവിലോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് പൂജാ സാധനങ്ങളുടെയും ഇവിടുത്തെ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ ഒരു സ്റ്റാളുകളാണ് കാണാൻ പറ്റുന്നത്.